നിങ്ങൾ ശനിദശ അനുഭവിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നിർബന്ധമായി ഭഗവാൻ അയ്യപ്പസ്വാമിയെ വളരെ വ്യക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നൂറ്റെട്ടൊരു നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദൻ നമ്പൂരി. ശനിദോഷം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണെന്ന് എനിക്കറിയാം. കാരണം നിരവധി ഫോണിൽ കൂടെ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കണം, തിരുമേനി ശനിയാണല്ലോ. ആദ്യം ഒന്ന് ഞാൻ പറയാം, ഈ നവഗ്രഹത്തിൽ ഒരു ഗ്രഹമാണ് ശനി. രവി ദശ, ചന്ദ്രദശ, കുജദശ, ബുധദശ, വ്യാഴദശ, ശനിദശ, അങ്ങനെ പോകുന്ന രാഹുർദശ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ശനി ഒരു ഭീകരജീവിയല്ല. അങ്ങനെ ശനിയെ നമ്മൾ മാത്രം എടുത്തുകൊണ്ട് ശനിദോഷം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭീതി ഹിന്ദു സമൂഹത്തിൽ വളർത്തിവിടുന്ന ഒരു ത്വര കാണുമ്പോൾ അത് പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് സാധാരണക്കാരൻ്റെ ആവശ്യമാണ്. ശനിദശ എന്ന് പറയുന്നത് 19 വർഷമാണ്. അത് വ്യാഴദശ പോലെയും ശുക്രദശ പോലെയും രാഹുർദശ പോലെയും മറ്റൊരു ദശയാണ് ശനിദശ. ഇനി അടുത്ത് കണ്ടകശനി എന്ന് പറയണത്, നമ്മൾ ജനിക്കുന്ന കൂറിൻ്റെ പശ്വതി ആണെങ്കിൽ അതിൻ്റെ 4-ാം ഭാവം, 7-ാം ഭാവം, 10-ാം ഭാവം. പശ്വതിക്കൂറിൻ്റെ കർക്കിടകത്തിൽ ശനി നിൽക്കുമ്പോഴും തുലാത്തിൽ ശനി നിൽക്കുമ്പോഴും മകരത്തിൽ നിൽക്കുമ്പോഴും കണ്ടകശനിയാണ്. ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ മേടക്കൂറാണ്. അത് മീനത്തിൽ ശനി വരുമ്പോഴും മേടത്തിൽ വരുമ്പോഴും ഇടവത്തിൽ വരുമ്പോഴും ഏഴര ശനി. അങ്ങനെയാണ്. ഏകദേശം ഒരു 10-25 വർഷമൊക്കെ കൂടുമ്പോഴേ ഏഴര ശനി വരുള്ളൂ. പക്ഷേ കണ്ടകശനി അങ്ങനെയല്ല. സൂര്യപുത്രനായി നിൽക്കുന്ന ഭഗവാനാണ് ശനി ഭഗവാൻ. അയ്യപ്പസ്വാമിയെ ഗുരുനാഥനായി കണക്കുകൂട്ടി ശിവൻ്റെ എല്ലാ ചൈതന്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ദേവസ്വരൂപമാണ് ശനി ഭഗവാൻ. ഈ ശനി ഭഗവാൻ എന്ന് പറയുന്നത് ദൃഢതയുള്ള മനസ്സിൻ്റെ ഉടമയാണ്. ചതി, വഞ്ചന, കള്ളത്തരം ഇതിനൊന്നും കൂട്ടു നിൽക്കാത്ത സത്യസന്ധമായി നിൽക്കുന്ന ഗ്രഹമാണ് ശനി ഭഗവാൻ. അപ്പം അങ്ങനെയുള്ള ഈ ശനി ഭഗവാൻ നമുക്കെങ്ങനെ ഉപദ്രവകാരിയാവണേ? അങ്ങനെ നമുക്ക് ഉപദ്രവകാരി ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ കള്ളത്തരമുണ്ട്, ചതിയുണ്ട്, വഞ്ചനയുണ്ട്. ഈ ശനിയുടെ കാലഘട്ടങ്ങളിൽ, അതായത് എല്ലാ കൂറുകാർക്കും, സകല കൂറുകാർക്കും, അപ്പം ഞാൻ പറയണത് എല്ലാ 5 വർഷം കൂടുമ്പോഴും, അതായത് ശനി ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക്, അല്ലെ ഒരു പാതയിൽ നിന്ന് അടുത്ത പാതയിലേക്ക് സഞ്ചരിക്കാനുള്ള സമയം 2.5 വർഷമാണ്. ആ 2.5 വർഷം എന്ന് പറയുന്നത് ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുന്ന സമയമാണ്. അപ്പം എല്ലാ 5 വർഷം കൂടുമ്പോഴും എല്ലാവർക്കും കണ്ടകശനി വരും. ഓൺ ബർത്ത് ടു ഡെത്ത്, മരണം വരെ വരും. ഈ കണ്ടകശനിയുടെ ഉപദ്രവമൊക്കെ നമുക്ക് എല്ലാ 5 വർഷം കൂടുമ്പോൾ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. അല്ലെങ്കിൽ ശനിയുടെ 19 വർഷക്കാലവും നമുക്ക് ദുരിതമായിരിക്കുമോ? ദുരിതമാവില്ല. അപ്പോൾ തിരിച്ച് ഞാനൊരു കാര്യം ചോദിക്കാം, ശുക്രദശയിൽ 20 വർഷക്കാലവും സുഖമാണോ? വ്യാഴദശയിൽ 16 വർഷക്കാലവും ഭയങ്കര സുഖങ്ങളാണോ നടക്കുന്നത്? അങ്ങനെയില്ല, അങ്ങനെയല്ല. അപ്പം വീട് വെക്കാൻ ചെന്നാൽ ശനിയാണ് വെക്കണ്ട, കല്യാണത്തിന് ചെന്നാൽ കണ്ടകശനിയാണ് വേണ്ട, വസ്തു വിൽക്കാൻ ചെന്നാൽ അതിനും വേണ്ട, കണ്ടകശനിയാണ്. ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കണ്ടകശനിയാണ്. ഇങ്ങനെ ശനിയെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആറ്റം ബോംബാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഈ അവസ്ഥ ഒന്നും ഇതിനില്ല. ഭഗവാൻ അയ്യപ്പസ്വാമിയോട്, ശബരിമല ധർമ്മശാസ്താവിനോട്, അടുത്തുള്ള ശാസ്താവിനോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ച് എൻ്റെ ഭഗവാനെ എൻ്റെ ശനിദോഷം മാറ്റണേ എന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരു നിസാര സംഭവത്തെ ഒരു ബീഭത്സമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണാജനകമാണ്, ആശയദാരിദ്ര്യമാണ്. നമുക്കറിയില്ല. എന്നാൽ ശനി ദോഷമാണ്. അതെങ്ങനെയാണ് ദോഷം? നീചപ്രവൃത്തികൾ ചെയ്യുന്ന, നീചമായ കള്ളത്തരങ്ങൾ ചെയ്യുന്ന, വഞ്ചനകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന,
അല്ലെങ്കിൽ മനസ്സിനകത്ത് മലിനമായ ചിന്തകളോട് നടക്കുന്നവൻ സൂക്ഷിച്ചോളൂ, അവർക്ക് പണി കിട്ടും. അവർക്ക് അപവാദം വരും, അവർക്ക് പേരുദോഷം വരും, നാട് വിടേണ്ടതായി വരും. ദേശാന്തരഗമനമൊക്കെ പറയുന്നുണ്ട്. അത് ആർക്കാണ്? മലീനസമായി നിൽക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമുള്ള കാര്യമാണ്. നല്ല ആൾക്കാരെ ഒന്നും ഭഗവാൻ ഒന്നും ചെയ്യില്ല. ഒരു ഭഗവാന്മാരും ചെയ്ത ചരിത്രങ്ങളുമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, കാരണം ശനിയുടെ എന്ന് വെച്ചാൽ ശനി 100% സത്യസന്ധനാണ്. സത്യത്തിന് വിരോധമായി നിൽക്കുന്ന പ്രവർത്തനം ചെയ്താൽ അദ്ദേഹം അത് പൊക്കി അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കും, ഉറപ്പാണ്. ആ ശിക്ഷ നിർബന്ധമായി കിട്ടും. ശനിയുടെ ശിക്ഷയുണ്ട്. ശനിദാശക്കാലത്ത് അല്ലെങ്കിൽ ശനി അനുഭവിക്കുന്നവർക്കൊക്കെ അപവാദം ഉണ്ടാവണു, അപമാനം ഉണ്ടാവണു, പേരുദോഷം ഉണ്ടാവണു, ധനനാശം ഉണ്ടാവണു, നാട് വിടേണ്ട അവസ്ഥ വന്നു, കടം കൂടുന്നു. 100% ഉറപ്പിച്ചു, നിങ്ങളുടെ ഭാഗത്ത് എവിടെയൊക്കെയോ തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകളെ പൂർണ്ണമായ ശിക്ഷ ശനി ഉറപ്പിച്ചിരിക്കും. ശനി ഭഗവാൻ ഉറപ്പിച്ച് തന്നിരിക്കും. യാതൊരു സംശയവും വേണ്ട, 100% ഉറപ്പിച്ച് കിട്ടും. അങ്ങനെയുള്ളവർ ഭയപ്പെടണം, പേടിക്കണം, വിറയ്ക്കണം. ഇപ്പം എന്താ ഇതിന് പരിഹാരം? എന്താ? എൻ്റെ അയ്യപ്പന് സംരക്ഷകനായി പോയി നിൽക്കുന്ന ഭഗവാനാണ്. കലിയുഗവരതനായി നിൽക്കുന്ന ആ ശാസ്താവിനെ ഒന്ന് അറിഞ്ഞു പ്രാർത്ഥിച്ച്, എൻ്റെ ഭഗവാനെ അയ്യപ്പദോഷം മാറ്റണം അല്ലെങ്കിൽ ശനിദോഷം മാറ്റണം എന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കണ്ടകശനി, ഏഴര ശനിയല്ല. യാതൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ മഹാദേവനെ പ്രാർത്ഥിച്ചാലും മതി. ശിവക്ഷേത്രത്തിൽ നീല പട്ട് കൊടുക്കുക, ശനിക്ക് നീരാഞ്ജനം പോലത്തെ വഴിപാടുകൾ കഴിക്കുക, ശനി മന്ത്രങ്ങൾ, ശനി നാമങ്ങൾ വേണ്ട, ഇതൊന്നും വേണ്ട. ശനീശ്വരായ നമ, ശനീശ്വരായ നമ, ശനീശ്വരായ നമ ഒരു 108 തവണ ജപിച്ചാൽ മതി. നാമം ജപിച്ചാൽ പ്രീതിയില്ലാത്ത അനുഗ്രഹമില്ലാത്ത ഒരു ഈശ്വരന്മാരും ഈ ലോകത്തില്ല. ഭഗവാൻ പൂർണ്ണമായ സന്തോഷം. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ ശനിദശ അനുഭവിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നിർബന്ധമായി ഭഗവാൻ അയ്യപ്പസ്വാമിയെ വളരെ വ്യക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു 108 ശനിയുടെ നാമമായ ശനീശ്വരായ നമാതി ജപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പൊക്കോളൂ. നിങ്ങൾക്ക് തൊട്ടു മുമ്പിലത്തെ വ്യാഴദശ കിട്ടിയതിൻ്റെ 15 ഇരട്ടി ഗുണം ഈ ശനിദശയിൽ നിങ്ങൾക്ക് ലഭ്യമാകും. യാതൊരു സംശയവും വേണ്ട. അപ്പം ഞങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടത് തിരുമേനി, എന്നിട്ട് ശനിദശാക്കാലത്ത് കഷ്ടകാലമുണ്ട് അങ്ങനെ പറയണവരുണ്ട്. ഈ ശനിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ശനി മടിയനാണ്. ഒന്നും അങ്ങോട്ട് ചെയ്യിപ്പിക്കാൻ തോന്നിക്കില്ല. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യണേനൊക്കെ അദ്ദേഹം മടി വരുത്തും, അലസനാക്കും, ക്ഷീണിതനാക്കും, സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുത്തും. ഇത്രയും വന്നാൽ പോരെ ഒരാൾ തീരാൻ. കൃത്യസമയത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ട പോലെ ചെയ്തില്ല എങ്കിൽ ആ മടി വന്നാൽ അവൻ്റെ കാര്യങ്ങൾ തീർന്നില്ലേ. ദക്ഷ്യക്കാരനാക്കുക, അശുഭചിന്തകൾ വരിക, അതൊക്കെ ശനിദശാക്കാലത്തുള്ള. ഇതിനെല്ലാം പരിഹാരമാണ് പ്രാർത്ഥന. ഞാൻ പണ്ടും പറയാറുണ്ട്, ജയതേ പാപ ജയതേ പാപ ജപ തവ. ശരിക്കും പ്രാർത്ഥിക്കൂ, വളരെ മനസ്സുരുകി, വളരെ ഗംഭീരമായിട്ട്, വളരെ നന്നായിട്ട് മനസ്സിരുത്തി അദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ ഏറ്റവും നല്ല അനുഗ്രഹം കിട്ടുന്ന, ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ് ശനി. കാരണം നവഗ്രഹങ്ങളിൽ സദ്ഗ്രഹങ്ങളിൽ പെടുന്നതല്ല, അതൊന്നൊക്കെ ശരിയാണ്, ഇതെല്ലാം ആണ്. പക്ഷേ അദ്ദേഹത്തെ ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനെ മുടക്കിയായി, അല്ലെങ്കിൽ ഒരു കാര്യനിവൃത്തിക്ക് മുടക്കിയായി, അദ്ദേഹത്തെ ഒരു കള്ളനാക്കി പ്രചരിപ്പിക്കുന്ന രീതിയോട്, ആ സിസ്റ്റത്തോട് എനിക്ക് പൂർണ്ണമായി എതിർപ്പാണ്. ഇപ്പം ഇല്ലത്താണ്, ഇപ്പം അമ്മാത്താണ്, അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനെ ഒരു വല്ലാത്ത അവസ്ഥയെ കൊണ്ടെത്തിക്കുക. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട. നിങ്ങൾ ആത്മാർത്ഥമായിട്ട്, നിങ്ങൾ കണ്ടകശനി അനുഭവിക്കുന്ന ആളാണോ, നിങ്ങൾ ശനിദശാക്കാലത്താണോ, നിങ്ങൾ ഏഴര ശനിക്കാലത്താണോ, നിങ്ങൾ വളരെ ഗംഭീരമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കൂ. നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ, അറിഞ്ഞങ്ങ് പ്രാർത്ഥിക്കൂ. എല്ലാ ദിവസവും വൈകുന്നേരം അയ്യപ്പനെ തൊഴുക. ശബരിമല ശാസ്താവിനെ എന്നും തൊഴാമല്ലോ. ശബരിമല പോകണമെന്നില്ലല്ലോ, ഇവിടെ നിന്ന് തൊഴാമല്ലോ. പറയാമല്ലോ, ഭഗവാനെ ഇത് ശനിദശാക്കാലാണ്, എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ ഈശ്വര, എന്നെ കക്കണേ, ഇത് പറഞ്ഞാൽ മതി, കാത്തിരിക്കും. അയ്യപ്പൻ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ മതി, കാത്തിരിക്കും. അപ്പം
അത്രയ്ക്ക് സിമ്പിളായൊരു കാര്യത്തെ വലിയ രീതി അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ശനി ദശാകാലത്തെയോ 7.5 ശനിയോ കണ്ടകശനിയോ ഒന്നും ഭയപ്പെടേണ്ട. ഒറ്റയടിയാണ് ചെന്ന ജ്യോത്സ്യന്മാർ അല്ലെങ്കിൽ ആ തിരുമേനിമാരാരെന്ന് വെച്ചാൽ കണ്ടകശനി അല്ലേ കൊണ്ടേ പോകുള്ളൂ. എങ്ങോട്ടാവോ? ഒന്നുമില്ലെന്നേ. എങ്ങോട്ട്? ഒരു ഭക്തനെ എങ്ങോട്ട് കൊണ്ടുപോകും? നന്മയിലേക്ക് കൊണ്ടുപോകും. എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ഭക്തനെ ഒന്നും എങ്ങോട്ടും കൊണ്ടുപോകില്ല, നന്മയിലേക്ക് മാത്രം, ഐശ്വര്യത്തിലേക്ക് മാത്രം കൊണ്ടുപോകും. വീട് പണിയാനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വിവാഹാദികൾ നടക്കാനൊക്കെ ആയിട്ട് ശനിയുടെ ദൃഷ്ടിയും 7.5 ശനിയും കണ്ടകശനിയും ഒക്കെ നല്ലതാണ്, നടക്കും. വിദേശത്ത് പോകാനൊക്കെ ആയിട്ട് നന്നായിട്ട് നടക്കും, യാതൊരു സംശയവും ഇല്ല എന്ന് പറയണമല്ല. അത് നടന്നവരൊക്കെ ആ സമയത്തെ ദശാഫലം ഒന്ന് ചിന്തിച്ചു നോക്കുള്ളൂ. എവിടെയെങ്കിലും ഒരു ശനിബന്ധം കാണും. അപ്പം വ്യാഴദശ ശുക്രദശയാണ്, ഇനി പേടിക്കണ്ട. 16 വർഷം ശുക്രദശയാണ്, ഇനി 20 വർഷം ഗംഭീരാണ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 വർഷം പോലും സുഖം കിട്ടില്ല. അപ്പം ഈ നവഗ്രഹങ്ങൾ ഏത് ദശയാണെങ്കിലും ആ ദശാനാഥനായി നിൽക്കുന്ന ഈശ്വരനെയും ആ ദശാനാഥനായി നിൽക്കുന്ന ഭഗവാനെയും വൃത്തിയായിട്ട് കൃത്യമായിട്ട് സ്ഫുടമായിട്ട് മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ ഒരു ദശയും ഒരാൾക്കും ഒരിക്കലും ദോഷാകില്ല. ഒരു ചിട്ടയില്ലാതെ വിശ്വാസമാണെന്നും പറഞ്ഞ് വെറുതെ പറഞ്ഞു നടക്കുന്ന, വെറുതെ കരഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്ക് ഇതിൻ്റെ ഏത് ദശയാണേലും അതിൻ്റെ ഗുണം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ദോഷം 4 ഇരട്ടി ഉണ്ടാവും. അതുകൊണ്ട് ഈ ദശ എന്നല്ല, ഒരു ദശയും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ചിട്ടയാണ്, നമ്മുടെ ലക്ഷ്യമാണ്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഈശ്വര്യതയാണ്, നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന ദോഷങ്ങൾ മാറ്റുന്നത്. അതുകൊണ്ട് ശനിയെ എന്ന് പറയുന്ന ഗ്രഹത്തെയോ ശനി ദശയോ ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ട. വളരെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ അനുഗ്രഹകല കൂടുകയല്ലാതെ ഒരിക്കലും ഒരു ദോഷം വരില്ല. വൃത്തിയായിട്ട് അയ്യപ്പസ്വാമിയെയും ശാസ്താവിനെയും മഹാദേവനെയും പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ. ഈ ദശ നിങ്ങൾക്ക് നന്മയെ തരുകയുള്ളൂ. അതിനകത്ത് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട, ഉറപ്പിച്ചോളൂ. നന്ദി, നമസ്കാരം.